ആൽഗോസിയലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഓൾ കോമ്പിനേഷൻസ് 2 എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ആയിരിക്കും ചെയ്യുക. Given a sorted array of distinct integers, find all combinations in lexicographical order. Input 1 2 3, output empty list 1 1 2 1 2 3 1 3 2 2 3 3. Note elements of output list should be in the given order. നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് എന്താ മനസ്സിലായി? നമുക്ക് ഒരു സോർട്ടഡ് അറേ ഓഫ് ഡിസ്റ്റിന്റ് ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഡിസ്റ്റിന്റ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ അറേയിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്നുമില്ല. ഈ അറേ സോർട്ടഡും ആണ്. നമ്മൾ ചെയ്യേണ്ടത് എല്ലാ കോമ്പിനേഷൻസിനെയും ലെക്സോഗ്രഫിക്കൽ ഓർഡറിൽ ഫൈൻഡ് ചെയ്യണം. ലെക്സോഗ്രഫിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഓർഡർ. അതായത് എലമെന്റ്സ് ഓഫ് ദ കോമ്പിനേഷൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ. അതെങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ ഒരു സോർട്ടഡ് അറേ ആയിരുന്നു തന്നിരുന്നത്. അന്നേരം എം ഡി ലിസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് കോമ്പിനേഷൻ. അത് കഴിഞ്ഞാൽ ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1, പിന്നെ ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 2, പിന്നെ ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 3. ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1 ഏതൊക്കെയാണ്? 1 1 2 1 2 3 1 3. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോമ്പിനേഷൻസ് സ്റ്റാർട്ടിങ് വിത്ത് 1 നമ്മൾ നോക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലായേ? ആദ്യം 1 ആയിരുന്നു നമ്മുടെ കോമ്പിനേഷൻ, പിന്നെ 1 2 ആണ്, പിന്നെ വരിക 1 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കോമ്പിനേഷൻ ആണ്. അങ്ങനെ നമുക്ക് 1 2 3 കിട്ടി. അത് കഴിഞ്ഞാൽ 1 2 3 വെച്ച് വല്ലതും ഉണ്ടോ എന്ന് നോക്കും. 1 2 3 വെച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 1 3 ആണ് അടുത്ത കോമ്പിനേഷൻ. ഇനി 1 3 വെച്ച് വല്ലതും ഉണ്ടോ എന്ന് നോക്കി. 1 3 വെച്ച് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കോമ്പിനേഷൻസിലോട്ട് പോയി. അന്നേരം നമുക്ക് 2 കിട്ടി, 2 3 കിട്ടി. അത് കഴിഞ്ഞ് 2 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ കോമ്പിനേഷൻസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ 3ലോട്ട് പോയി. അങ്ങനെ നമുക്ക് 3 കിട്ടി. ഇനി 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ കോമ്പിനേഷൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി, ഔട്ട്പുട്ട് ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. നോട്ട് എലമെന്റ്സ് ഓഫ് ഔട്ട്പുട്ട് ലിസ്റ്റ് ഷുഡ് ബി ഇൻ ദ ഗിവൺ ഓർഡർ. എന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ലെക്സോഗ്രഫിക്കൽ ഓർഡറിലായിരുന്നു ഔട്ട്പുട്ട് ഡിസ്പ്ലേയിൽ വന്നത്. ആ സെയിം ഓർഡറിൽ തന്നെ വേണം നമ്മൾ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യാൻ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അറേ സോർട്ടഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫസ്റ്റ് അറേ സോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ലെക്സോഗ്രഫിക്കൽ ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. റിക്കർഷൻ ഉപയോഗിച്ച് ഈ പ്രോബ്ലത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കൊരു ഇൻപുട്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 1 2 3. ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? ജനറേറ്റ് ഓൾ കോമ്പിനേഷൻസ്. ജനറേറ്റ് ഓൾ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ഈ പ്രോബ്ലത്തെ ഞാൻ 3 സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1, ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 2, ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 3. നമുക്കിവിടെ 3 സബ് പ്രോബ്ലംസാണ് ഉള്ളത്. ആ 3 സബ് പ്രോബ്ലംസിനെ ഞാൻ ലിസ്റ്റ് ചെയ്തു ഈ ഇൻപുട്ടിന്. എം ഡി ആർഐയുടെ കേസ് ഇപ്പോൾ നിങ്ങൾ എടുക്കണ്ട. ജനറേറ്റ് ഓൾ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ സബ് പ്രോബ്ലത്തെ ഈ ഇൻപുട്ടിന് വേണ്ടി നമ്മൾ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1, ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 2, ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 3. ഈ 3 സബ് പ്രോബ്ലത്തിനും വീണ്ടും സബ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കില്ലേ? ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1ന്റെ സബ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ് കോമ്പിനേഷൻസ് സ്റ്റാർട്ടിങ് വിത്ത് 1 2. ഇതിന്റെ വേറൊരു സബ് പ്രോബ്ലം എന്തായിരിക്കും? ജനറേറ്റ് കോമ്പിനേഷൻസ് starting with 1 3. ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2ന്റെ സബ് പ്രോബ്ലം എന്തായിരിക്കും? ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2 3. ഇതിന്റെ സബ് പ്രോബ്ലം ജനറേറ്റ് കോമ്പിനേഷൻ വിത്ത് 2 3. പിന്നെ ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 3ക്ക് സബ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഇനി ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 1 2ന് സബ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 1 3ക്ക് സബ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ജനറേറ്റ് കോമ്പിനേഷൻ സ്റ്റാർട്ടിംഗ് വിത്ത് 2 3ക്കും ചിലപ്പോൾ സബ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. റിക്കർഷനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ പ്രോബ്ലത്തെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസ് കേസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക്
ഓക്സിലറി ബഫർ ഉപയോഗിച്ചിട്ട്, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെടുത്ത ആ ടെമ്പററി ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ്സിനെ ഈ പ്രോബ്ലത്തിന് വേണ്ടി നമുക്ക് നോക്കാം. നമ്മുടെ ഇൻപുട്ട് 1 2 3 ആയിരുന്നു. ഇനിഷ്യലി നമ്മുടെ ഓക്സിലറി ബഫർ എം ഡി ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ജനറേറ്റ് ചെയ്യണം കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1, പിന്നെ സ്റ്റാർട്ടിങ് വിത്ത് 2, പിന്നെ സ്റ്റാർട്ടിങ് വിത്ത് 3. അന്നേരം ഓക്സിലറി ബഫറിലോട്ട് ആദ്യമേ 1നെ ആഡ് ചെയ്യുക, പിന്നെ ഓക്സിലറി ബഫറിലോട്ട് 2നെ ആഡ് ചെയ്യുക, പിന്നെ ഓക്സിലറി ബഫറിലോട്ട് 3നെ ആഡ് ചെയ്യുക. ഈ സൈഡിൽ നമുക്ക് എല്ലാ കോമ്പിനേഷൻസും സ്റ്റാർട്ടിങ് വിത്ത് 1 ആയിരിക്കും കിട്ടുക. ഈ ഒരു പാർട്ടിൽ ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 2 ആയിരിക്കും. ഈ ഒരു പാർട്ടിൽ ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 3 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1 നോക്കാം. ഏതൊക്കെ കോമ്പിനേഷൻസാണ് ഉള്ളത്? ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1 2 ആൻഡ് ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1 3. അന്നേരം നമുക്ക് 1 2 കിട്ടി നമ്മുടെ ഓക്സിലറി ബഫറിൽ, പിന്നെ 1 3 കിട്ടി. ഇനി ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1 2 ഏതാ? 1 2 3. ഇനി ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1 3 ഒന്നുമില്ല. ഇനി ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 2 2 3. ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 2 3 ഒന്നുമില്ല. ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 3 ഒന്നുമില്ല. ഇപ്പം ഓക്സിലറി ബഫറിന്റെ ടേംസിൽ ഞാൻ നമ്മുടെ പ്രോബ്ലത്തെ എക്സ്പ്രസ് ചെയ്ത്, അന്നേരം ആദ്യമേ നമുക്ക് ഒരു എം ഡി ഓക്സിലറി ബഫർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തേ? ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 1 ഈ ഒരു സൈഡിൽ വന്നു, പിന്നെ ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 2 ഇവിടെ വന്നു, പിന്നെ ഓൾ കോമ്പിനേഷൻ സ്റ്റാർട്ടിങ് വിത്ത് 3 ഇവിടെ വന്നു. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ ട്രീ ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓർഡറിൽ നമുക്ക് എലമെന്റ്സിനെ കിട്ടില്ലേ? ആദ്യം എം ഡി ലിസ്റ്റ് ആയിരുന്നു, പിന്നെ 1 വന്നു, പിന്നെ 1 2 വന്നു, പിന്നെ 1 2 3 വന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ 1 3 വന്ന്, അത് കഴിഞ്ഞ് 2 വന്ന്, പിന്നെ 2 3 വന്ന്, പിന്നെ 3 വന്ന്. നമുക്ക് വേണ്ട ലെക്സോഗ്രഫിക്കൽ ഓർഡറിൽ നമുക്ക് എലമെന്റ്സിനെ ഈ ട്രീ ട്രാവേഴ്സ് ചെയ്താൽ കിട്ടും. നമുക്കിതിനെ റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ ടേംസിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ ഇൻപുട്സ് എന്തൊക്കെയായിരിക്കും? ഇൻഡെക്സും ബഫർ അറേയും. കാരണം ഇൻഡെക്സ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ അറേയിലെ എലമെന്റ്സിലൂടെ ഐറ്ററേറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സും ബഫർ അറേ ആയിരിക്കും നമ്മുടെ റിക്കേഴ്സീവ് ഫംഗ്ഷന്റെ ഇൻപുട്സ്. ഞാൻ നേരത്തെ എഴുതിയ ആ ട്രീയെ റിക്കർഷൻ ട്രീയുടെ രൂപത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെവൽ 0ൽ കോമ്പിനേഷൻസ് ഓഫ് സൈസ് 0 ആയിരുന്നു. ലെവൽ 1ൽ കോമ്പിനേഷൻസ് ഓഫ് സൈസ് 1 ആയിരുന്നു. ലെവൽ 2ൽ കോമ്പിനേഷൻസ് ഓഫ് സൈസ് 2 ആയിരുന്നു. ലെവൽ 3ൽ കോമ്പിനേഷൻസ് ഓഫ് സൈസ് 3 ആയിരുന്നു. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ ഇൻഡെക്സിന്റെ ടേംസിൽ എഴുതാം. ആദ്യമേ എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0യും എം ഡി അറേയും. ഇനി നമുക്ക് ഈ താഴെ കാണുന്ന 3 ഫംഗ്ഷൻ കോൾസിലോട്ട് എഫ് ഓഫ് 0യിൽ നിന്ന് പോകണം. എങ്ങനെയായിരുന്നു നമ്മൾ ആ 3 ഫംഗ്ഷൻ കോൾസിലോട്ട് പോവുക? ആദ്യമേ ഇൻഡെക്സ് 0യിലുള്ള എലമെന്റ് നമ്മൾ ഈ എം ഡി അറേയിലോട്ട് ആഡ് ചെയ്ത്, അങ്ങനെ നമുക്ക് 1 നമ്മുടെ ബഫറിൽ ആഡഡ് ആയിട്ട് കിട്ടി. ഇവിടെ ഇൻഡെക്സ് 1ലുള്ള എലമെന്റ് ഈ എം ഡി അറേയിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് ബഫറിൽ 2 കിട്ടി. ഇവിടെ എന്താ സംഭവിച്ചത്? ഇൻഡെക്സ് 2ലുള്ള എലമെന്റ് ബഫറിലോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ബഫറിൽ 3 കിട്ടി. ഇവിടെ 0യിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്ത്, ഇനി ഇവിടെ വരേണ്ട ഇൻഡെക്സ് ഏതായിരിക്കും? ഫസ്റ്റ് ഇൻഡെക്സ് ആയിരിക്കും. എലമെന്റിനെ നമ്മൾ ആഡ് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ഇൻഡെക്സിലോട്ട് പോകും. അതായത് ഒരു ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്ത ഇൻഡെക്സിലോട്ട് പോയി. ഇവിടെ 1ലുള്ള എലമെന്റിനെ ആയിരുന്നു നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത ഇൻഡെക്സിലോട്ട് പോകും, 2. ഇവിടെ 2ലുള്ള എലമെന്റിനെ ആയിരുന്നു നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തത്, അന്നേരം 3ലോട്ട് പോകും. ഇനി എഫ് ഓഫ് 1 ലിസ്റ്റ് 1ന്റെ സബ് പ്രോബ്ലംസ് നോക്കാം. ഇവിടെ ഇൻഡെക്സ് 1ലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ 2ലോട്ടായിരിക്കും മൂവ് ചെയ്യാം.
ഇവിടെ ഇൻഡെക്സ് 2-ലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഇൻഡെക്സ് 3-ലോട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇവിടെ 2-ലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തു, ഇനി 3-ലോട്ടാണ് മൂവ് ചെയ്യുക. ഈ ഒരു പറഞ്ഞല്ലോ, 2-ലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തു, 3-ലോട്ടായിരിക്കും മൂവ് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാർ ഇടുന്നതെല്ലാം നമ്മുടെ ലീഫ് നോഡ്സ് ആണ്. ഈ ലീഫ് നോഡ്സിൽ എത്തുമ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യും, നമ്മുടെ ഫംഗ്ഷൻ കോളിനെ റിട്ടേൺ ചെയ്യും. അതാണ് നമ്മുടെ ബേസ് കേസ്. ഇൻഡെക്സ് ലെങ്ത് ഓഫ് അറേ ആകുമ്പോൾ റിട്ടേൺ ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നേരത്തെ എഴുതിയ റിക്കർഷൻ ട്രീയെ ഇൻഡെക്സ് ഐയുടെ ടൈംസിൽ എഴുതാം. എഫ് ഓഫ് ഐ എം ഡി ആർ ആയിരുന്നു ലെവൽ 0-ൽ ഉണ്ടായിരുന്നത്. ith ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തു, എഫ് ഓഫ് ഐ പ്ലസ് 1 അറേ ഓഫ് ഐയിലോട്ട് മൂവ് ചെയ്തു. ഐ പ്ലസ് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തു, എഫ് ഓഫ് ഐ പ്ലസ് 2 അറേ ഓഫ് ഐ പ്ലസ് 1-ലോട്ട് നമ്മൾ മൂവ് ചെയ്തു. ഐ പ്ലസ് 2th ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തു, എഫ് ഓഫ് ഐ പ്ലസ് 3 അറേ ഓഫ് ഐ പ്ലസ് 2-ലോട്ട് നമ്മൾ മൂവ് ചെയ്തു. ഇവിടെ ഐ പ്ലസ് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റിനെ അറേ ഓഫ് ഐയിലോട്ട് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഐ പ്ലസ് 2-ന്റെ ഫംഗ്ഷൻ കോളിലോട്ട് പോയി. ഇവിടെ ഐ പ്ലസ് 2th ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഐ പ്ലസ് 2-ന്റെ ഫംഗ്ഷൻ കോളിലോട്ട് പോയി. ഇവിടെ ഐ പ്ലസ് 3th ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് ഐ പ്ലസ് 3-യുടെ ഫംഗ്ഷൻ കോളിലോട്ട് പോയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 1-ലോട്ട് എത്ര ഫംഗ്ഷൻ കോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? 3 ഫംഗ്ഷൻ കോൾസ്. 3 എലമെന്റ്സ് നമ്മുടെ അറേയിലുള്ളത് കൊണ്ട് നമുക്ക് 3 ഫംഗ്ഷൻ കോൾസ് ആയിരുന്നു ലെവൽ 1-ൽ ഉണ്ടായിരുന്നത്. നോർമലി നമ്മൾ റിക്കേർഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ലെവലിലുള്ള ഫംഗ്ഷൻ കോൾസ് കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞ് നമ്മുടെ ബേസ് കേസ് കണ്ടുപിടിക്കണം. അന്നേരം നമുക്ക് റിക്കേർഷൻ പ്രോബ്ലം വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. ഫോർ അറേ ഓഫ് ലെങ്ത് n എത്ര ഫംഗ്ഷൻ കോൾസ് ഉണ്ടെന്ന് നോക്കാം. എഫ് ഓഫ് ഐ എം ഡി ആർ എ നമ്മൾ ith ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്യും, പിന്നെ ഐ പ്ലസ് 1-ന്റെ ഫംഗ്ഷൻ കോളിലോട്ട് പോകും. പിന്നെ ഐ പ്ലസ് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ ഐ പ്ലസ് 2-ന്റെ ഫംഗ്ഷൻ കോളിലോട്ട് പോകും. ഐ പ്ലസ് 2th ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്യും, പിന്നെ ഐ പ്ലസ് 2-ന്റെ ഫംഗ്ഷൻ കോളിലോട്ട് പോകും. അങ്ങനെ നമ്മൾ ഐ പ്ലസ് എൻ മൈനസ് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്യും, പിന്നെ ഐ പ്ലസ് എന്നിന്റെ ഫംഗ്ഷൻ കോളിലോട്ട് പോകും. ടോട്ടലി n ഫംഗ്ഷൻ കോൾസ് ആയിരിക്കും ലെവൽ 1-ൽ ഉണ്ടായിരിക്കുക. ഇതിന്റെ കോഡ് നമുക്ക് നോക്കാം. ബഫർ ഈക്വൽ ടു എം ഡി അറേ, റിസൾട്ട് ഈക്വൽ ടു എം ഡി അറേ, ഫൈൻഡ് കോമ്പിനേഷൻസ് അറേ ബഫർ 0 റിസൾട്ട്, ഡെഫ് ഫൈൻഡ് കോമ്പിനേഷൻസ് അറേ ബഫർ സ്റ്റാർട്ട് റിസൾട്ട്. സ്റ്റാർട്ടാണ് നമ്മുടെ റൂട്ട് നോഡിന്റെ ഇൻഡെക്സ്. റൂട്ട് നോഡ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ കോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ നോഡിന്റെ ഇൻഡെക്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ കോളിന്റെ ഇൻഡെക്സ്. റിസൾട്ട് ഡോട്ട് അപ്പൻഡ് ബഫർ, ബഫറിലുള്ള ആ എലമെന്റ്സിനെ നമ്മൾ ഈ റിസൾട്ട് എന്ന് പറഞ്ഞ ഈ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ബഫർ എന്ന് പറഞ്ഞ ആ ലിസ്റ്റിനെ അതിന്റെ കോപ്പി എടുത്തിട്ട് നമ്മൾ റിസൾട്ടിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് സ്റ്റാർട്ട് ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ, ഇത് നമ്മുടെ ബേസ് കേസ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു. റിട്ടേൺ ഫോർ ഐ ഇൻ റേഞ്ച് സ്റ്റാർട്ട് ടു ലെങ്ത് ഓഫ് അറേ. എവിടം തൊട്ട് എവിടം വരെ ആയിരുന്നു നമ്മൾ ഫംഗ്ഷൻ കോൾസ് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് തൊട്ട് സ്റ്റാർട്ട് പ്ലസ് ലെങ്ത് ഓഫ് അറേ മൈനസ് 1 അവിടം വരെയായിരുന്നു നമ്മൾ ഫംഗ്ഷൻ കോൾസ് ചെയ്യേണ്ടത്. ബഫർ ഡോട്ട് അപ്പൻഡ് അറേ ഓഫ് ഐ, ith ഇൻഡെക്സിലുള്ള എലമെന്റിനെ നമ്മൾ ബഫറിലോട്ട് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? ഐ പ്ലസ് ഫസ്റ്റ് ഇൻഡെക്സിലോട്ടാണ് മൂവ് ചെയ്തത്. ഫൈൻഡ് കോമ്പിനേഷൻസ് അറേ ബഫർ ഐ പ്ലസ് 1 റിസൾട്ട്, ബഫർ ഡോട്ട് പോപ്പ്. ഈ ഒരു പാർട്ട് നമുക്ക് ആ റിക്കർഷൻ ട്രീന്റെ രൂപത്തിൽ കാണാം. ഈ ഐക്ക് പകരം സ്റ്റാർട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? സ്റ്റാർട്ട് പ്ലസ് 1, സ്റ്റാർട്ട് പ്ലസ് 2, സ്റ്റാർട്ട് പ്ലസ് 3 അപ് ടു സ്റ്റാർട്ട് പ്ലസ് n മൈനസ് 1. അവിടെയൊക്കെ നമ്മൾ ചെയ്ത് എന്തായിരുന്നു? ഇവിടെ നമ്മൾ സ്റ്റാർട്ടിലുള്ള എലമെന്റിനെ ബഫറിലോട്ട് ആഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് പ്ലസ് 1-ലോട്ട് പോയി. ഈ ഐക്ക് പകരം സ്റ്റാർട്ട് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. അന്നേരം നമുക്ക് ഫസ്റ്റ് ലെവൽ കിട്ടില്ലേ? ആ ഒരു സംഭവമാണ് ഇത്രയും ലൈൻസിൽ ഞാൻ എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ വരുന്ന ഓരോരോ ഫംഗ്ഷൻ കോളിനെ
നമ്മളിവിടെ കോൾ ചെയ്തേക്കുകയാണ്. നമ്മളെപ്പോഴും റിക്കർഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ആദ്യം ഇൻപുട്ട് കണ്ടുപിടിക്കും. ഈ ഫംഗ്ഷനിലോട്ട് പോകുന്ന ഇൻപുട്സ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ സബ് പ്രോബ്ലംസ് കണ്ടുപിടിക്കും. അതാണ് ഈ ഫസ്റ്റ് ലെവലിലുള്ള. അത് കഴിഞ്ഞ് നമ്മൾ ബേസ് കേസും കണ്ടുപിടിക്കും. അന്നേരം ഒരു റിക്കർഷൻ പ്രോബ്ലം വളരെ എളുപ്പമാവും. അതായത് ഫസ്റ്റ് ലെവലിലെ ഫംഗ്ഷൻ കോൾസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. പിന്നെ ഇൻപുട്സും പിന്നെ ബേസ് കേസും. നോർമലി ഒരു റിക്കർഷൻ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്സ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് ലെവലിലുള്ള സബ് പ്രോബ്ലംസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ കോൾസ് കണ്ടുപിടിക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ഫംഗ്ഷൻ കോൾസ് ഒക്കെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ലെവലിലെ ഫംഗ്ഷൻ കോൾസ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബേസ് കേസും കണ്ടുപിടിക്കുക. അന്നേരം റിക്കർഷൻ പ്രോബ്ലം ഭയങ്കര എളുപ്പമായിട്ട് മാറും. ഈ പ്രോബ്ലത്തിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 2n ഇൻറ്റു n ആയിരിക്കും. നമുക്ക് ഇവിടെ 2n പോസിബിൾ കോമ്പിനേഷൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ 2n ഫംഗ്ഷൻ കോൾസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. പിന്നെ ഇൻറ്റു n എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബഫർ ഉണ്ടായിരുന്നു. ബഫറിനെ നമ്മൾ റിസൾട്ടിലോട്ട് അപ്പൻഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ബഫറിന്റെ കോപ്പി എടുക്കുന്നുണ്ട്. ഈ ബഫറിന്റെ മാക്സിമം സൈസ് എത്രയായിരിക്കും? ലെങ്ത് ഓഫ് അറേ ആയിരിക്കില്ലേ? എന്ന് വെച്ചാൽ n അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഓർഡർ ഓഫ് 2n ഇൻറ്റു n എന്ന് കിട്ടുന്നത്. അതായത് ഓരോ ഫംഗ്ഷൻ കോളിലും നമ്മൾ ഈ ബഫറിനെ കോപ്പി ചെയ്യുന്നുണ്ട്. അന്നേരം ഈ ബഫറിന് എടുക്കാവുന്ന മാക്സിമം സൈസ് ലെങ്ത് ഓഫ് അറേ ആയിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഓർഡർ ഓഫ് 2n ഇൻറ്റു n എന്ന് ടൈം കോംപ്ലക്സിറ്റിയിൽ വരുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റിയോ ഓർഡർ ഓഫ് ലെങ്ത് ഓഫ് ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ റിക്കർഷൻ ട്രീ. അതെത്രയാണ്? മാക്സിമം n ആയിരിക്കില്ലേ? അങ്ങനെ നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n എന്ന് കിട്ടി.